ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ജനം വിധിയെഴുതി. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു. ചേലക്കരയിൽ 72 കടന്നു. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. പ്രചാരണ കൊടുങ്കാടിനൊടുവിൽ വയനാട്ടിലും ചേലക്കരയിലും ജനം വിധിയെഴുതി. വയനാട്ടിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ ചേലക്കരയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വയനാട്ടിൽ രാവിലെ മുതലുണ്ടായിരുന്ന പോളിംഗിലെ കുറവ് ഉച്ചയ്ക്ക് ശേഷവും തുടർന്നു. പോളിംഗ് സമയം വൈകിട്ട് 6-ന് പൂർത്തിയായപ്പോഴും വയനാട്ടിലെ ബൂത്തുകളിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കനുസരിച്ച് വയനാട്ടിൽ 64.53% പോളിംഗ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് വയനാട്ടിൽ യുഡിഎഫിന്റെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 2019-ൽ രാഹുൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടും. യു.ഡി.എഫ് കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടില്ലെന്നും എൽ.ഡി.എഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിലുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറഞ്ഞു. എൽ.ഡി.എഫ് വോട്ടുകളെല്ലാം പോൾ ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. എൻ പ്രശാന്തിനെ തിരിച്ചെടുക്കണം. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സിഐഡിയും എ.ഡി.സിയും. തിരുവനന്തപുരം കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കിയ എൻ പ്രശാന്തിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ യൂണിയനുകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. എ.ഐ.ടി.യു.സി, സി.ഐ.ടി.യു, കാംഗോ ഓഫീസേഴ്സ് അസോസിയേഷൻ, കാംഗോ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, അസോസിയേഷൻ ഓഫ് കാംഗോ ഓഫീസേഴ്സ് എന്നീ സംഘടനകളാണ് കത്ത് നൽകിയത്. പ്രശാന്ത് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം കാംഗോയുടെ പ്രവർത്തനം ലോകനിലവാരത്തിലേക്കു മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹത്തെ തിരികെ നിയമിക്കുന്നത് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും കത്തിൽ പറയുന്നു. കാംഗോ ജീവനക്കാർക്ക് നന്ദി പറഞ്ഞ് ഇന്ന് രാവിലെ എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കിട്ടിരുന്നു. താനെ ഇനി എം.ഡി അല്ലെങ്കിലും തുടങ്ങിവെച്ച ഓരോന്നും ഫലപ്രാപ്തിയിലെത്തിക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് കുറിച്ചത്. ഇതിനു പിന്നാലെയാണ് പ്രശാന്തിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭരണപക്ഷ യൂണിയനുകൾ അടക്കം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എന്തൊരു നാണക്കേടാണിത്. പുറംലോകം എന്താണ് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുക? രൂക്ഷവിമർശനവുമായി ഹൈക്കോടതി. ഫോർട്ട് കൊച്ചിയിൽ തകർന്നുകിടന്ന ഓടയിൽ വീണ് വിദേശ സഞ്ചാരിക്കു പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷവിമർശനവുമായി ഹൈക്കോടതി. പുറംലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞയാഴ്ചയാണ് പുതുക്കിപ്പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീൺ ഫ്രഞ്ച് പൗരന്റെ തുടയെല്ല് പൊട്ടിയത്. ഒരു വിദേശി തുറന്നുകിടന്ന കാനയിൽ വീണു. എന്തൊരു നാണക്കേടാണിത്. നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലമെന്നല്ലേ ആളുകൾ ഇവിടത്തെക്കുറിച്ച് വിചാരിക്കൂ. എങ്ങനെയാണ് എന്നിട്ട് ടൂറിസം വളർത്തുക? ഇത് ഈ നഗരത്തെ മാത്രമല്ല, ടൂറിസം മാപ്പിൽ കേരളത്തെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ. ഒന്നും നേരെയാകാൻ സമ്മതിക്കില്ല എന്നതാണ് സ്ഥിതി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന അരൂർ തുറവൂർ ദേശീയപാത സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകി. വിജയത്തിനുശേഷം ട്രംപ് ആദ്യമായി വൈറ്റ് ഹൌസിൽ. ജനുവരിയിലെ സുഗമമായ അധികാര കൈമാറ്റം ഉറപ്പുനൽകി ബൈഡനും ട്രംപും. വാഷിംഗ്ടൺ. യു.എസ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തിനുശേഷം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായി വൈറ്റ് ഹൌസ്. ജനുവരിയിൽ സുഗമമായ അധികാര കൈമാറ്റം ഇരുവരും വാഗ്ദാനം ചെയ്തു. സുഗമമായ അധികാര കൈമാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യപ്രദമാകാൻ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യും, ബൈഡൻ പറഞ്ഞു. രാഷ്ട്രീയം കഠിനമാണ്. പല കാര്യങ്ങളിലും ഇത് വളരെ മനോഹരമായ ലോകമല്ല. പക്ഷേ ഇന്ന് ഇതൊരു മനോഹരമായ ലോകമാണ്. സുഗമമായി അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ വളരെയധികം അഭിനന്ദിക്കുന്നു. ട്രംപ് പ്രതികരിച്ചു. പ്രസിഡന്റ് പദത്തിൽ രണ്ടാം ഊഴത്തിനു മത്സരിച്ച ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തിയാണ് 2020-ൽ ജോ ബൈഡൻ യു.എസ്. പ്രസിഡന്റായത്. ഇത്തവണയും ബൈഡൻ മത്സരരംഗത്തെത്തിയെങ്കിലും ഇരുവരും തമ്മിലുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനത്തിനു പിന്നാലെ വിമർശനങ്ങൾ ഉയർന്നതോടെ മത്സരത്തിൽ നിന്നു പിന്മാറുകയായിരുന്നു. റിപ്പബ്ലിക്കൻ നേതാവും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയാണ് യു.എസ്. പ്രസിഡന്റ് പദത്തിലെത്തുന്നത്. ട്രംപിന് 312 ഇലക്ടറൽ വോട്ടുകൾ ലഭിച്ചപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ യു.എസ്. വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിന് 226 വോട്ടുകളാണ് നേടാനായത്. വിജയത്തിന് 270 വോട്ടുകളാണ് വേണ്ടിയിരുന്നത്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം 2025 ജനുവരി 6-നാണ്. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് യു.എസ്. പ്രസിഡന്റായി ചുമതലയേൽക്കും. തൂങ്ങിമരിച്ചെന്ന് വിശ്വസിപ്പിച്ച് 15 വർഷമായി ഒളിവിൽ. ശബരിമല സീസണിലെ സ്ഥിരം മോഷ്ടാവ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട. തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവുതോട്ടത്തിൽ തൂങ്ങിമരിച്ചെന്ന് വിശ്വസിപ്പിച്ച് 15 വർഷം ഒളിവിൽ കഴിഞ്ഞ മോഷ്ടാവിനെ പത്തനംതിട്ട പോലീസ് പിടികൂടി. മലയാലപ്പുഴ താഴമ്പഞ്ചിയിൽ കുഴിപ്പടി സുധീഷ് ഭവനിൽ പാണ്ഡ്യചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രനാണ് 52 പിടിയിലായത്. ഇയാൾക്കെതിരെ 4 മോഷണക്കേസുകൾ നിലവിലുണ്ട്. മലയാലപ്പുഴ സ്വദേശിയായ ഇയാൾ വർഷങ്ങൾക്കു മുൻപ് സ്ഥലം വിറ്റ് തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു. കാലപ്പഴക്കമുള്ള വാറണ്ടുകളിലെ പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവി വിജി വിനോദകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചന്ദ്രൻ കുടുങ്ങിയത്. ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാലപ്പുഴ സ്വദേശി മോഹനൻ നായരെ കണ്ടെത്തിയതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അറസ്റ്റ് വാറന്റ് വന്നതോടെ മോഹനൻ നായർക്കായി പലയിടങ്ങളിലും അന്വേഷണം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാത്തോട്ടത്തിൽ ചന്ദ്രൻ തൂങ്ങി മരിച്ചതായി അറിഞ്ഞെന്ന് ഇയാൾ കോടതിയിലും പോലീസിനോടും പറഞ്ഞു.
ഇതിനിടെ ചന്ദ്രനെന്ന് പേരുള്ള തമിഴ്നാട്ടുകാരനായ ഒരാൾ ശബരിമലയിലെ കടയിൽ പണിയെടുക്കുന്നുണ്ടെന്ന വിവരം പത്തനംതിട്ട സ്റ്റേഷനിലെ CPO രജിത് പി നായർക്കു ലഭിച്ചു. ഇയാളുടെ മകൻ കായംകുളം മുതുകുളത്തുണ്ടെന്നറിഞ്ഞ പോലീസ് അവിടെയെത്തി രഹസ്യമായി അന്വേഷണം നടത്തി. ഇന്നലെ രാത്രി 1:30 മകന്റെ വീടിന്റെ പുറത്ത് ചന്ദ്രൻ കിടന്നുറങ്ങുന്നതായി പോലീസിനു വിവരം കിട്ടി. പത്തനംതിട്ട SI ജിനുവും സംഘവും അവിടെയെത്തിയെങ്കിലും ചന്ദ്രനെ കണ്ടില്ല. പിന്നീട് നടത്തിയ തിരച്ചിലിൽ കനകക്കുന്ന് ബോട്ട് ജെട്ടിയിൽ നിന്നും പുലർച്ചെ 3:15 ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ വർഷങ്ങൾ നീണ്ട ഒളിവുജീവിതം മോഷ്ടാവ് പോലീസിനോട് വെളിപ്പെടുത്തി. ശബരിമല കേന്ദ്രമാക്കി മോഷണം ശീലമാക്കിയ ആളാണ് ചന്ദ്രൻ. ഹോട്ടലിൽ പൊറോട്ട വീശുന്നതുൾപ്പെടെയുള്ള ജോലികളിൽ മിടുക്കുള്ള ഇയാൾ ശബരിമല സീസണുകളിൽ ജോലിക്കെന്ന വ്യാജേനയെത്തി മോഷണം നടത്തി മുങ്ങും. അക്രമാസക്തനായ പ്രതിയെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത്. പത്തനംതിട്ട DYSP നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ഷിബുകുമാർ, SIമാരായ ജിനു, ഷിജു പി സാം, രാജേഷ് കുമാർ, SCPO വിജീഷ്, CPOമാരായ രാജേഷ്, രഞ്ജിത്ത്, സെയ്ദ് അലി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഫീസ് വർധന. കേരള കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസുകളിൽ ഇന്ന് KSU പഠിപ്പുമുടക്ക്. തിരുവനന്തപുരം 4 വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി KSU. സമരപരിപാടികളുടെ ഭാഗമായി ഇന്ന് 2024 നവംബർ 14 കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പുമുട്ടൽ സമരം നടത്തുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. 4 വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ ഫീസ് വർധന ഉണ്ടാവില്ലെന്ന സർക്കാർ വാദം നിലനിൽക്കെയാണ് സർവകലാശാലകളുടെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. 3ഉം 4ഉം ഇരട്ടിയായാണ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി സർക്കാർ കൂട്ടുകച്ചവടമാണ് ഉണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഫിനാൻസ് കമ്മിറ്റിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മുനമ്പത്ത് ഒരാളെയും കുടിയൊഴിപ്പിക്കരുത്. ഡോക്ടർ ഹുസൈൻ മടവൂർ. മുനമ്പത്ത് നിയമാനുസൃതമായി താമസിച്ചുവരുന്ന ഒരാളെയും കുടിയൊഴിപ്പിക്കരുതെന്ന് പ്രമുഖ മുസ്ലിം പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. കോഴിക്കോട്ട് നടന്ന KNM സമാധാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സയ്യിദ് സാദിഖലിതങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനാ നേതൃയോഗം ഒന്നിച്ചെടുത്ത തീരുമാനത്. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുല്ലക്കോയ മദനി നേരത്തെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ദിവസം അത് പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുനമ്പം പ്രശ്നം ഉയർത്തിക്കാട്ടി ഇസ്ലാമിലെ മനുഷ്യോപകാരപ്രദവും മനോഹരവുമായ വഖഫ് സംവിധാനത്തിനെതിരിൽ അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തിവിടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാനാജാതി മനുഷ്യർക്കും കന്നുകാലികൾക്കും പക്ഷികൾക്കും പോലും കുടിവെള്ളം ലഭ്യമാക്കാൻ വഖഫ് സ്വത്തുക്കളുപയോഗിച്ച് സൗകര്യമേർപ്പെടുത്തിയ മുസ്ലിം ഖലീഫമാരുടെ ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ വഖഫ് സംവിധാനത്തെ തകർക്കുന്ന നിരവധി നിർദ്ദേശങ്ങളുള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത്. കേന്ദ്ര വഖഫ് ബില്ലും മുനമ്പം പ്രശ്നവും വ്യത്യസ്തങ്ങളായ 2 വിഷയങ്ങളാണ്. അത് രണ്ടും കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്നും മുസ്ലിങ്ങൾ മുനമ്പം നിവാസികളോടൊപ്പമാണെന്നും മുനമ്പം സമരപന്തൽ സന്ദർശിച്ച് അവരോട് ഐക്യദാർഢ്യമറിയിച്ച ഡോക്ടർ ഹുസൈൻ മടവൂർ വിശദീകരിച്ചു. മദീന ഇമാം ഉദ്ഘാടനം ചെയ്ത മഹാസമ്മേളനത്തിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം മുനമ്പം നിവാസികളോടൊപ്പമാണെന്ന പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമായി. മുനമ്പത്തേത് മനുഷ്യരുടെ പ്രശ്നമാണ്, അത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ഈ വിഷയം വർഗീയതയ്ക്കും സാമുദായിക ധ്രുവീകരണത്തിനും വേണ്ടി പ്രയോഗിക്കുന്ന കേന്ദ്രങ്ങൾക്കുള്ള ശക്തയായ താക്കീതായി മടവൂരിന്റെ പ്രഖ്യാപനം. നാരങ്ങാത്തോട് പതങ്കയം ഡാം സൈറ്റിൽ പുലിയുടെ സാന്നിധ്യം. വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നാരങ്ങാത്തോട് പതങ്കയം മിനാർ കമ്പനിയുടെ മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഡാം സൈറ്റിൽ പുലിയുടെ സാന്നിധ്യം. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് അധികൃതർ പുലിയെ കണ്ട സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു. പുലർച്ചെ 4:20 പദ്ധതി പ്രദേശത്ത് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പറഞ്ഞിരിക്കുന്നത്. മുൻപ് പുലിയെയും അതിന്റെ 3 പുലി കുട്ടികളുടെയും ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ കാണുകയും തുടർന്ന് പുലികളെ പിടികൂടുന്നതിന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. KSEB തിരുവമ്പാടി സെക്ഷൻ അറിയിപ്പ്. HT ടച്ചിംഗ് വർക്ക് നടക്കുന്നതിനാൽ ഇന്ന് 2024 നവംബർ 14 രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ മുളങ്കടവ്, മേലെ പൊന്നാങ്കയം സ്കൂൾ, പൊന്നാങ്കയം എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3 മണിവരെ കൊടക്കാട്ടുപാറ, ലക്ഷംവീട് കോളനി, മുരിക്കിന്തൊടി, മേലാടൻകുന്ന് എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിലും തിരുവമ്പാടി കൂടരഞ്ഞി റോഡ് വർക്കിന്റെ ഭാഗമായി HT പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ അമേരിക്കൻ കോളനി, മണ്ണുങ്ങി എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിലും മുതിയോട്ടമ്മൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്ന വർക്ക് നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിവരെ വാപ്പാട്ട് ട്രാൻസ്ഫോർമർ പരിധിയിൽ ഭാഗികമായും 11 കിലോവോൾട്ട് ലൈൻ ഇന്റർലിങ്കിംഗ് വർക്ക് നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണിവരെ നെല്ലാനിച്ചാൽ ട്രാൻസ്ഫോർമർ പരിധിയിലും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. നിര്യാതയായി കോടഞ്ചേരി റിട്ടയർ അധ്യാപകൻ തകരപ്പിള്ളിൽ ജോണിന്റെ ഭാര്യ OV റോസ, 77, റിട്ടയർ അധ്യാപിക കോടഞ്ചേരി സെന്റ് ജോസഫ് HSS, നിര്യാതയായി. സംസ്കാരം പിന്നീട്
മക്കൾ സിറോസ്, സീമ, ജിയോ. മരുമക്കൾ ബിൻസി, മംഗലാപുരം, സജി, ആലപ്പുഴ, ബിനുമോൾ, കൂടരഞ്ഞി. നൂറാന്തോട് മുരിക്കനാങ്കുഴിയിൽ ജോസ്, 64, അന്തരിച്ചു. സംസ്കാരം ഇന്ന് 14 വ്യാഴം രാവിലെ 11-ന് നൂറാന്തോട് സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ മേരി കൊച്ചിലാത്ത്, ആനക്കാമ്പയിൽ. മക്കൾ ജിബിൻ, ജിനീഷ്. മരുമക്കൾ ജിസ്ന, ധന്യ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.